നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ബീദറിൽ അവിഹിത ബന്ധം ചോദ്യം ചെയ്ത 26-കാരിയായ ഭാര്യയെ ഒരു വനപ്രദേശത്ത് എത്തിച്ച് ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് തന്നെ പിടിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പാണ് നമുക്കറിയാം സിയ എന്ന് പറയുന്ന പെൺകുട്ടി വെറും 20 വയസ്സുകാരിയാണ് തൻ്റെ പ്രതിശ്രുത വരനെ കാമുകനോടൊപ്പം ചേർന്ന് കൊക്കയിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയത്. അവിടെയും ഈ വിവാഹത്തിന് താല്പര്യമില്ല, മറ്റൊരു യുവാവുമായി ബന്ധമുണ്ട്, പ്രണയത്തിലാണ്. ആ യുവാവിനെ വിവാഹം കഴിക്കാനാണ് സ്വന്തം പ്രതിശ്രുത വരനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന ലക്ഷ്യത്തോടെ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഞെട്ടിക്കുന്ന വിശദാംശങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഭർത്താവ് എങ്ങനെയെങ്കിലും ഭാര്യയെ ഒഴിവാക്കാനായിട്ട് അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. കർണാടക ഹൊന്നിക്കേരി സ്വദേശിനി സഞ്ജനയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ ഇവരുടെ ഭർത്താവും മുൻ കരസേനാ ഉദ്യോഗസ്ഥനുമായ ബീദർ സ്വദേശി ഭഗവതിനെ ധനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യത്തിന് ശേഷം ഭാര്യയ്ക്ക് അപകടം സംഭവിച്ചതാണെന്ന് വരുത്തി തീർക്കാൻ പ്രതി ശ്രമിച്ചെങ്കിലും ആശുപത്രി അധികൃതരുടെ കൃത്യമായ ഇടപെടൽ വഴി ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളാണ് അഴിഞ്ഞിരിക്കുന്നത്. പ്രതിയായ ഭഗവത് അയൽവാസിയായ യുവതിയുമായി പുലർത്തിയിരുന്ന അവിഹിത ബന്ധം സഞ്ജന ചോദ്യം ചെയ്തതിനെ ചൊല്ലിയാണ് വീട്ടിൽ നിരന്തരം വഴക്കുണ്ടായിരുന്നു. തുടർന്ന് ഭാര്യയുമായി അനുനയത്തിലായ ഭഗവത് സഞ്ജനയുടെ സ്വന്തം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് കാറിൽ കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ യാത്രാമധ്യേ ബീദർ ജില്ലയിലെ ഗായമുഖ ക്ഷേത്രത്തിന് സമീപമുള്ള ആളൊഴിഞ്ഞ വനപ്രദേശത്ത് കാർ നിർത്തിയ ശേഷം കരുതിയിരുന്ന ഇരുമ്പ് വടി കൊണ്ട് ഇയാൾ സഞ്ജനയെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനമേറ്റ് കനത്ത ചോരവാർച്ചയുണ്ടായ സഞ്ജനയെ വാഹനാപകടത്തിൽ പരിക്കേറ്റതാണെന്ന് ധരിപ്പിച്ച് ഭഗവത് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ സഞ്ജന മരണപ്പെടുകയായിരുന്നു. സഞ്ജനയുടെ ശരീരത്തിലെ പരിക്കുകൾ വാഹന അപകടത്തിൽ ഉണ്ടായതല്ലെന്നും ക്രൂരമായ മർദ്ദനമേറ്റതാണെന്നും പരിശോധനയിൽ ഡോക്ടർമാർക്ക് വ്യക്തമായി. തുടർന്ന് ആശുപത്രി അധികൃതർ ഉടൻ തന്നെ ധനൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വിശദമായി ഭഗവതിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തതോടെയാണ് ഇയാൾ കുറ്റം സമ്മതിച്ചു. ഇന്ത്യൻ ആർമിയിൽ ഉദ്യോഗസ്ഥനായിരുന്ന ഭഗവതും സഞ്ജനയും തമ്മിലുള്ള വിവാഹം 2 വർഷം മുമ്പാണ് നടന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്.